നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രകാശ് രാജിൻ്റെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോയെന്നോ അദ്ദേഹത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു എന്നോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം? അതായത് നമുക്കറിയാം, നടൻ പ്രകാശ് രാജ് ഒരു വലിയ കുഴപ്പത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിനെതിരെ 3-4 ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരായി, അതായത് കോടതി സമൻസ് അയക്കുമ്പോൾ കൈപ്പറ്റാൻ ആളില്ല, ആ അഡ്രസ്സിൽ ആളില്ല. അങ്ങനെ 4 തവണ എന്തോ ഇത് വാറണ്ടായി. നോൺ ബെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണെന്ന്. കോടതി സമൻസ് അയക്കുന്നു, അത് കൈപ്പറ്റുന്നില്ല, ആൾ വരുന്നില്ല, നിരന്തരം ഒഴിവാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രശ്നം കൊണ്ട് കോടതി അവസാനം നോൺ ബെയിലബിൾ വാറണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പ്രകാശ് രാജിനെതിരെയുള്ള കേസ് നിസ്സാരമല്ല. അദ്ദേഹത്തിന് 4 വോട്ടർ ID കാർഡുകൾ ഉണ്ട് എന്നാണ് പരാതി. അതായത് ഈ പരാതി വന്നിരിക്കുന്നത് ബംഗളൂരുവിലെ ഒരു അഡ്വക്കേറ്റ് K. ദിലീപ് കുമാർ കൊടുത്ത സ്വകാര്യ അന്യായമാണ്. ആ പരാതി പ്രകാരം 2019 ബംഗളൂരു സെൻട്രലിൽ MP ആയി മത്സരിക്കുമ്പോൾ ശാന്തിനഗറിൽ വോട്ടുണ്ടെന്ന് അദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തു. എന്നാൽ കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലായി 4 ഇടത്ത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ഇദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നാണ് പരാതി. ഈ ദിലീപ് കുമാർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കഴമ്പില്ലെങ്കിൽ കോടതി അത് തള്ളേണ്ടതാണ്. അപ്പോൾ പരാതിയിൽ ഈ കഴമ്പുണ്ട്. ഈ ദിലീപ് കുമാർ അതിന് അനുയോജ്യമായ തെളിവുകൾ, പ്രാഥമിക തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി ഇദ്ദേഹത്തിന് സമൻസ് അയച്ചു. ഇദ്ദേഹം ഒരു വിധത്തിൽ സമൻസ് കൈപ്പറ്റത്തില്ല, പുള്ളി കോടതിയിൽ ഹാജരാകുന്നുമില്ല. അവസാനം എന്ത് ചെയ്തു? കോടതി ഇദ്ദേഹത്തിന് നോൺ ബെയിലബിൾ വാറണ്ട് ഇഷ്യൂ ചെയ്തു. ഇയാൾ ഹാജരായിട്ട് പിന്നെ പിഴ കെട്ടിവെച്ച് ജാമ്യമെടുത്തു. കോടതി ഫൈനടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മറ്റേ SFIയുടെ വനിതാ നേതാവ് ഐഷി ഘോഷ് ഡൽഹിയിൽ അവസാനം കോടതിയിൽ ഹാജരായി. പോലീസ് വന്നപ്പോൾ നോൺ ബെയിലബിൾ വാറണ്ടാണ്, അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടതും അത് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം ശൈലിയാണ് ഇതൊക്കെ. അവസാനം പിറ്റേ ദിവസം ആയമ്മ ഓടിപ്പോയി അവിടെ ഹാജരാകുകയും പിഴ 1000 രൂപ ഫൈൻ അടയ്ക്കുകയും ചെയ്തു കോടതി. അത് അടച്ചിട്ട് ജാമ്യം എടുത്തു. ഇനി കോടതിയുടെ എല്ലാ നടപടികളോടും ഞാൻ സഹകരിച്ചു കൊള്ളാം, ഞാൻ കോടതിയെ അനുസരിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ മാപ്പപേക്ഷയൊക്കെ എഴുതി കൊടുത്തു. ഇവരൊക്കെയാണ് സവർക്കർ മാപ്പെഴുതിയെന്നും പറഞ്ഞ് വീരവാദം ഇങ്ങനെ മുഴക്കുന്നത്. എന്തായാലും ശരി, ഈ പ്രകാശ് രാജും ഇതുപോലെ അവിടെ 4000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു. 1-2 അല്ല, 4000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു. പിഴ അടച്ചിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം പിന്നെ സോഷ്യൽ മീഡിയയിൽ FBയിലൊക്കെ വന്ന് ലൈവിൽ വന്ന് പറയുകയാണ്, എൻ്റെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, കർണാടകയിൽ ഏതാണ്ട് SIR നടപ്പാക്കി വരികയാണല്ലോ. SIR നടപ്പാക്കിയപ്പോൾ 84 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇനിയിപ്പോൾ ആ പുറത്തായവർക്ക് പരാതി കൊടുക്കാനോ അപ്പീൽ കൊടുക്കാനോ ഒക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രകാശ് രാജും ഈ തരത്തിൽ പുറത്തായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് 4 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്. ഒരു പൗരന് 1 വോട്ടേ ഉള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. എനിക്ക് ഒരു സമയം എനിക്ക് ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അവിടെ എനിക്കൊരു വോട്ടുണ്ട്. ഞാൻ നഗരസഭയിലാണോ പഞ്ചായത്തിലാണോ എന്നുള്ളത്, മുനിസിപ്പാലിറ്റിയിലാണോ എന്നുള്ളത് അനുസരിച്ച് എനിക്ക് അതത് തദ്ദേശ സ്ഥാപനത്തിലേക്ക് 1 വോട്ടുണ്ട്. നമുക്ക് പ്രകാശ് രാജ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയും രാജ്യത്ത് നിരവധി പോളിംഗ് ബൂത്തുകളുണ്ടല്ലോ, എല്ലാ പോളിംഗ് ബൂത്തുകളിലും ആൾക്കാർ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ട്രോളുന്നത്. ഹരി പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ ട്രോളി കൊല്ലുന്നത് അങ്ങനെയാണ്. പിന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് വോട്ട് വേണം, അവകാശം വേണം എന്നൊക്കെയാണ് പ്രകാശ് രാജിൻ്റെ അവകാശവാദങ്ങളെന്നൊക്കെ പറഞ്ഞാണ് ട്രോളുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ തദ്ദേശ സ്ഥാപനത്തിലേക്ക് 1 വോട്ട്, നിയമസഭയിലേക്ക് 1 വോട്ട്, പാർലമെൻറ്റിലേക്ക് 1 വോട്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വോട്ട് പോകുന്നത്. അല്ലാതെ എനിക്ക് പാർലമെൻറ്റ് മണ്ഡലത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിലും, ആറ്റിങ്ങൽ മണ്ഡലത്തിലും, ആലപ്പുഴയിലും ഒക്കെ എനിക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും. അപ്പോൾ ഇവിടെ പ്രകാശ് രാജിന് 4 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്നൊരു പരാതിക്കാരൻ
കൃത്യമായ തെളിവുകളുമായിട്ട് പരാതിയും കൊണ്ട് കോടതിയിൽ വന്നാൽ കോടതി അത് സ്വീകരിക്കുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണ് ഇയാൾക്ക് പിന്നെ സമൻസ് അയക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പരാതിക്കാരന് കോടതി ഫൈൻ അടിച്ച് ഓടിക്കും. നമ്മൾ എത്രയോ സംഭവങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ, കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞു എന്നും പറഞ്ഞിട്ട് പരാതിക്കാരനെതിരെ നടപടി സ്വീകരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് ഇത് കോടതി ഏതാണെന്ന് ഞാൻ പറയാം. ബംഗളൂരുവിലെ 48th ACJM കോടതി, ACMM അഥവാ ACJM കോടതി. വകുപ്പ് RP ആക്ട് 31-125A ഇങ്ങനെ 2 വകുപ്പുകളിലായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. 2025 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. അതെ, 2025 ഓഗസ്റ്റ് 1 കോടതി കേസെടുത്തത്. ഈ സമൻസ് ഏപ്രിൽ 17, ജൂൺ 12, ജൂൺ 23 തീയതികളിലായിട്ട്, അതായത് സമൻസ് വാങ്ങാതെ മുങ്ങിയപ്പോൾ കോടതി ഈ 3 ദിവസങ്ങളിലും ഏപ്രിൽ 17, ജൂൺ 12, ജൂൺ 23 3 ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ഒടുവിൽ 2025 ജൂലൈ 10 ACJM ജ്യോതി ശാന്തപ്പ കാലെ അവർ മുൻപാകെ ഹാജരായി 4000 രൂപ കെട്ടിവെച്ച് ജാമ്യം വാങ്ങി. തമിഴ്നാട് ID ആണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ മത്സരിച്ചപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ബാംഗ്ലൂരിലെ വോട്ടവകാശം, ശാന്തിനഗറിലെ വോട്ടവകാശം ഉള്ള ഒരു പൗരനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് സത്യവാങ്മൂലം കൊടുത്തത്. ആ സത്യവാങ്മൂലത്തിന് വിരുദ്ധമാണിപ്പോൾ ഇത്. തമിഴ്നാട്ടിലെ ID അദ്ദേഹം മാറിപ്പോകുന്നതാണ്. എന്താ ആകട്ടെ, അല്ല ഇതിനൊക്കെ വിശദീകരണം കൊടുത്താൽ മതി. അല്ല, ഞാൻ ആ കാലത്ത് ബംഗളൂരുവിലാണ് താമസിച്ചിരുന്നത്, അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു എന്ന് കൃത്യമായി തെളിവ് സഹിതം കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ബോധിപ്പിക്കാൻ ആള് ഹാജരാകണ്ടേ. ആള് ഹാജരായില്ലെങ്കിൽ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും. അത് സ്വാഭാവിക നടപടിക്രമമാണ്. അത് പിന്നെ ഇനി ഏത് പൗരനാണെങ്കിലും ശരി, പ്രകാശ് രാജ് ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, അതിനകത്തൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇനി ഈ അപ്പോൾ കർണാടകയിൽ SIR നടപ്പാക്കി വന്നപ്പോൾ ഈ ശാന്തിനഗറിൽ വോട്ടവകാശം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന പ്രകാശ് രാജിൻ്റെ ആ വോട്ട് നഷ്ടപ്പെട്ടു. കാരണം അവിടെ ആളില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെട്ടതിനെ എൻ്റെ വോട്ടവകാശം നഷ്ടപ്പെടുത്തി, എൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഈ രാജ്യത്ത് ഒരാളുടെ ഈ വോട്ടേഴ്സ് ID കാർഡല്ല നമ്മളെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയെന്ന് അറിയാമല്ലോ. അത് മാത്രമല്ല, കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമം അനുസരിച്ച് ഇന്ത്യയിൽ അങ്ങനെ പൗരത്വം തെളിയിക്കാൻ പറ്റുന്ന ഇന്ന രേഖ കൊണ്ടേ തെളിയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നില്ല. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂളിൽ ചേരുന്ന സർട്ടിഫിക്കറ്റും ഒക്കെയാണ് നമ്മൾ ഏത് പൗരനാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ രേഖ. ഒരാൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റാണ് ആദ്യത്തെ സാധനം. ഇവിടെയും ഇല്ല, അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് രജിസ്ട്രേഷൻ നടത്തണം, രജിസ്റ്റർ ചെയ്യണം ബർത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ കീഴ്വഴക്കങ്ങൾ, നമ്മളെ നിയമം അനുശാസിക്കുന്ന, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കീഴ്വഴക്കങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ അതൊന്നും അനുസരിക്കില്ല. എനിക്ക് ഇവിടെ പ്രത്യേക ഒരു പദവിയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പില്ല, ഏത് പ്രകാശ് രാജാണെങ്കിലും. അതാണിപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് വെളിപ്പെടുന്നത്. ഇപ്പോൾ പ്രകാശ് രാജ് ഇപ്പോൾ കിടന്ന് കരയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തി. ഈ പ്രകാശ് രാജ് ഗോദി കോർട്ട് അങ്ങനെ കോടതിയെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുന്ന കേട്ടിട്ടില്ലേ, ബൂർഷ്വാ കോടതി. അതുപോലെയാണ് ഈ പ്രകാശ് രാജ് കോടതിയെ ആക്ഷേപിക്കുന്നത്. അതിന് കേസ് വേറെ വരുമെന്തോ ദൈവത്തിന് തന്നെ അറിയാം. എന്തായാലും നമ്മുടെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വേറൊരു കേസുണ്ട് പ്രകാശ് രാജിൻ്റെ പുറത്ത്. അത് ഹൈക്കോടതി ജഡ്ജി സൂരജ് ഗോവിന്ദരാജാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായ ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടോ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യാജ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ധർമ്മസ്ഥല പോലീസിന് മംഗളൂരു SP-ക്ക് SIT-ക്ക് ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജി. അതിൽ പിന്നെ പ്രകാശ് രാജ് അന്ന് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫോൺ കോൾ മാത്രമാണ് ചെയ്തത്, എനിക്ക് വേറെ ഒരു ബന്ധമില്ല ഈ കേസുമായിട്ട്. ഈ പ്രകാശ് രാജ് ഒരു എന്ത് പറഞ്ഞാലും ഹിന്ദുക്കളുടെ നേരെ കുതിര കയറുന്ന ഒരാളാണ് പ്രകാശ് രാജ്.
ഹിന്ദു ആചാരങ്ങളെ ചോദ്യം ചെയ്യുക, ബ്രാഹ്മണിക്കലാണ്. ഹിന്ദു അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുക, ഹിന്ദു സംസ്കാരത്തെ തെറി വിളിക്കുക, വളരെ മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സ്ഥിരം പാറ്റേൺ. അപ്പോൾ അതിൽ ഒട്ടും വിഭിന്നനല്ല പ്രകാശ് രാജ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ഈ പറഞ്ഞതുപോലെ ആരുടെയും പൗരത്വമോ ഇതോ നഷ്ടപ്പെടില്ല. വോട്ടർ ID കാർഡ് ക്ലിയർ ആണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ വോട്ടർ ID കാർഡ് എവിടെയാണോ ഉള്ളത്, ഏത് സ്ഥലത്താണോ ഉള്ളത്, അവിടെ നമുക്ക് വോട്ടവകാശം ഉണ്ടാകും. ആ വോട്ടവകാശം ഇപ്പം പ്രകാശ് രാജ് തന്നെ തമിഴ്നാട്ടിലെ വോട്ടർ ID കാർഡാണ് അവിടെ കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വോട്ടുണ്ട്. ഇനി അവിടുത്തെ വോട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തായിരുന്നു വോട്ട്, പക്ഷെ അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അവിടുത്തെ ഇത് വെച്ചുകൊണ്ട് അപേക്ഷ കൊടുത്ത് അദ്ദേഹം വോട്ട് അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തും വീടുണ്ട്, തൃശ്ശൂരും വീടുണ്ട്. അതൊരു കുറ്റകൃത്യമാണോ? അപ്പോൾ അദ്ദേഹം അവിടെ ഇവിടെ മാറി മാറി താമസിക്കും, യാത്ര ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തോ എന്നാണ് ചോദ്യം. ഇല്ല, അദ്ദേഹം തൃശ്ശൂരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ വോട്ട് മാറ്റി തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തത് എങ്ങനെ ഒരു കുറ്റകൃത്യമാവും? മറിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരും തിരുവനന്തപുരത്തും വോട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ പ്രകാശ് രാജിന് 4 സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്തും സുരേഷ് ഗോപിയുടെ പേരുണ്ടെങ്കിൽ ശരി, അത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാം. ഡബ്ലിംഗ് ആണ്. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാരടക്കം ഉത്തരം പറയേണ്ടി വരും. ഇവിടെ പ്രകാശ് രാജിന് 4 സ്റ്റേറ്റിൽ, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്ര, 4 സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞാൽ, അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുകയും 3 സ്ഥലത്തുള്ളത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തെ വോട്ട് മാത്രം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് തയ്യാറാകാതെ കോടതിയെ ചീത്ത വിളിച്ചിട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടോ ന്യായീകരിച്ച് മെഴുകിയിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പ്രകാശ് രാജ് വിതച്ചത് പ്രകാശ് രാജ് കൊയ്യും, അത്രയേ ഉള്ളൂ അതിനകത്ത്. അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് പ്രകാശ് രാജ് നിരന്തരം പല രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അദ്ദേഹം CJP സമരവേദിയിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഘടനവാദപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇടപെട്ടിട്ടാണെങ്കിലും അദ്ദേഹം വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയാണ്. അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ വളരെ നല്ല കാര്യം.